ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു. ക്ലാസ്സൊക്കെ ആയിട്ട് നല്ല തിരക്കാണ് കേട്ടോ. എന്നും വിചാരിക്കും വീഡിയോ ഒക്കെ ഇടണം എന്നുള്ളൊരു കാര്യം, പക്ഷേ എന്നും എന്തെങ്കിലുമൊക്കെ തിരക്ക് കാണും. ക്ലിനിക്കൽ പ്രസൻറ്റേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. അതുകൊണ്ടാണ് വീഡിയോസ് 2-3 ദിവസമായിട്ട് ഇടാതിരുന്നത്. അപ്പം ഇന്നാണ് കുറച്ചൊരു ഫ്രീ ടൈം കിട്ടുന്നത്. ഇതിനിടയിൽ ഞങ്ങളുടെ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സെമ്മിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വീഡിയോ ഒക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതും ഉടനെ തന്നെ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ചെയ്തിരുന്നത് CPAS റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അതിന് മുന്നേ ഞാനൊരു ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് നമ്മൾ ഓപ്ഷൻസ് വെക്കേണ്ടത്, സൈറ്റിലോട്ട് കയറേണ്ടത്, ഓപ്ഷൻസ് വെച്ച് കഴിഞ്ഞാൽ തന്നെ അലോട്ട്മെൻറ്റ് വരുമ്പം എങ്ങനെയായിരിക്കും നമ്മളത് ചെക്ക് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള അലോട്ട്മെൻറ്റ് സംബന്ധമായിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കോളേജിൽ നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുമ്പം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകണം എന്നുള്ളൊരു കാര്യത്തിലായിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒപ്പം തന്നെ നമ്മൾ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാലുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്, പക്ഷേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു കാര്യങ്ങളൂടെ ഞാനൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് കമൻസിലൊക്കെ ഒരുപാട് പേര് വിഷമിച്ചൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്, ചേച്ചി ഇതുപോലെ ക്ലാസ്സൊക്കെ തുടങ്ങുന്നില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ നിങ്ങളാരും വിഷമിക്കേണ്ട. ബിക്കോസ് ഞാൻ 2023 കോളേജിൽ ജോയിൻ ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു ജൂൺ തൊട്ടൊക്കെ വെയിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ ക്ലാസ് തുടങ്ങുന്നു. പക്ഷേ ശരിക്കും നല്ല ഡിലേ വന്നിട്ടാണ് ക്ലാസ് തുടങ്ങാറ്. കഴിഞ്ഞ തവണ ഞങ്ങളുടെ ക്ലാസ് തുടങ്ങിയത് നവംബർ 1-ാം തീയതി ആയിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കോഴ്സിൻ്റെ അഡ്മിഷൻ ഏകദേശം ഒരുപോലെ കൊണ്ടുപോയാലും മാത്രമേ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് അലോട്ട്മെൻറ്റ്സ് ഒക്കെ നടക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ്. സോ ആരും നെർവസ് ആവുകയൊന്നും വേണ്ട, സമയത്ത് നടന്നോളും. പിന്നെ നിങ്ങൾക്കിപ്പോൾ ബോറടിക്കുന്നൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ സ്വാഭാവികമാണ്. ഈ ഒരു ടൈമിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തീർക്കാനൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് തീർക്കുക. ഇപ്പം ഡ്രൈവിംഗ് പഠിക്കാനുള്ളവരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു ടൈം അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ആരും പേടിക്കുക വിഷമിക്കുക ഒന്നും വേണ്ട. അപ്പോൾ കുറേ ദിവസമായിട്ട് എനിക്ക് കുറേ പേരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. ചിലതിനൊന്നും എനിക്ക് റിപ്ലൈ എടുക്കാനുള്ളൊരു സാവകാശം കിട്ടുന്നില്ല. അപ്പം ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും ഒരു ലൈവ് വന്നാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലൈവിൽ വന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കണ ക്വസ്റ്റ്യൻസിന് അപ്പം തന്നെ ഉത്തരം തരാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ലൈവ് വന്നാൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആകുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതനുസരിച്ച് നമ്മൾ അനുയോജ്യമായത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ടുകൂടെ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഓപ്ഷൻ വെക്കുന്നത്, അപ്പോൾ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഒരു വിൻഡോ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കോളേജസ് ആഡ് ചെയ്യാനൊക്കെ പറ്റുമോ, നമുക്ക് വേണ്ടാന്ന് വെച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഉത്തരത്തിലോട്ടാണ് ആദ്യം നമ്മൾ പോകുന്നത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരികയാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇഷ്ടമുള്ള കോളേജുകൾ വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു 50 കോളേജാണെന്ന് ഇരിക്കട്ടെ. അപ്പം ആ ഒരു 50 കോളേജിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പം ചിലപ്പോൾ എനിക്കൊരു കോളേജ് കിട്ടാം, ചിലപ്പോൾ എനിക്ക് ഒരു കോളേജും കിട്ടാതിരിക്കാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് പുതിയതായിട്ട് കോളേജുകൾ ആഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പകരം ഈ ഒരു 50 കോളേജുകൾ ഇപ്പോൾ എനിക്ക് എവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു 50 കോളേജും കാണും. അപ്പോൾ ആ ഒരു 50 കോളേജിൻ്റെ പൊസിഷൻസ് വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഒന്നാമത് വെച്ച കോളേജ് ഓപ്ഷൻ എനിക്ക് വേണമെങ്കിൽ 5ാമത് കൊണ്ടുവെക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും അങ്ങനെ ചെയ്യാം. ഇനി എനിക്ക് ഒരു 50 കോളേജ് ഞാൻ വെച്ചെന്ന് പറഞ്ഞല്ലോ, ആ 50-ൽ എനിക്കിപ്പം 40 എണ്ണം മതി, 10 എണ്ണം എനിക്ക് അവസാനം വെച്ച 10 എണ്ണം വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഡിലീറ്റ് ചെയ്ത് കളയാം. അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. മാത്രമല്ല ഒരു കാര്യം കൂടെ ഉണ്ട്, ഇപ്പം അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നതിൻ്റെ ഇടയിൽ പുതിയതായിട്ട് ആഡ് ചെയ്ത് വരുന്ന കോളേജുകളാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പഠിക്കുന്നതിൻ്റെ സിമറ്റ് മുട്ടത്തറയൊക്കെ കഴിഞ്ഞ തവണ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പം തേർഡിലോട്ട് നമുക്ക് ഓപ്ഷൻ വെക്കുന്ന രീതിയിലായിരുന്നു ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് പ്രോസസ്സിലോട്ട് വന്നത്. അതുപോലെ ഒരുപാട് കോളേജുകൾ വരും. ഞാനിപ്പം എനിക്കറിയാവുന്നതുകൊണ്ട് അത് എടുത്തു പറഞ്ഞതാണ്. അങ്ങനെ വരുന്നൊരു കോളേജുകൾ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് പ്രോസസ്സിലോട്ട് വന്നാൽ അതും നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ നമ്മൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് മുന്നേ വെക്കുന്നതല്ലാതെ പുതിയതായിട്ടൊരു കോളേജും ആഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഉള്ളത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുകയോ വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യാം. ഇനി അടുത്ത ഒരുപാട് പേര്, ഏറ്റവും കൂടുതൽ പേര് എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു, ചേച്ചി എനിക്ക് ഫസ്റ്റ് ഓപ്ഷനിൽ കിട്ടിയ കോളേജ് ഇഷ്ടപ്പെട്ടു, എനിക്ക് അവിടെ തന്നെ മതി, പക്ഷേ എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ വേറെ വല്ല കോളേജ് വരുമോ, വന്നാൽ ഞാൻ എന്ത് ചെയ്യുന്നു? അപ്പോൾ എനിക്ക് നിങ്ങളോട് ആദ്യം തന്നെ പറയാനുള്ളത്, ഇങ്ങനൊരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പ്രയോറിറ്റി ഓർഡറിൻ്റെ കാര്യം പറഞ്ഞത്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോളേജിനായിരിക്കണം
ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ തിരുവനന്തപുരം നഴ്സിംഗ് കോളേജ് ആണെങ്കിൽ 1 തിരുവനന്തപുരം നഴ്സിംഗ് കോളേജ്, രണ്ടാമത്തേത് കോഴിക്കോട് നഴ്സിംഗ് കോളേജ്. അതിന് ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അലോട്ട്മെൻറ്റ് തരുന്നതെല്ലാം കമ്പ്യൂട്ടർ സിസ്റ്റം വഴിയാണെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടർ നമ്മളെ പരിഗണിക്കുകയാണ്, നമ്മുടെ പ്രൊഫൈൽ എടുത്തു, നമുക്കൊരു അലോട്ട്മെൻറ്റ് വഴി ഒരു കോളേജ് കിട്ടുമോ എന്ന് അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിൽ ആദ്യം നമ്മളെയാണ് അവർ പരിഗണിക്കാൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഓപ്ഷൻസ് വെച്ചിട്ടുണ്ടോ അത്രയും ഓപ്ഷൻസ് കമ്പ്യൂട്ടർ ചെക്ക് ചെയ്തതിന് ശേഷമേ അടുത്തൊരു വ്യക്തിയിലോട്ട് പോകത്തുള്ളൂ. എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ വെച്ച ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് തരാൻ നിർവാഹമുണ്ടോ നോക്കും. എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ വെച്ചേക്കുന്ന ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു കോളേജിൽ, ആ ഒരു കോളേജിൽ ഏതെങ്കിലും ഒരു സീറ്റ് നമുക്ക് തരാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ തരുവാണ്. അഥവാ ഇല്ലെങ്കിലാണ് സെക്കൻഡ് ഓപ്ഷനിലോട്ട് പോകുന്നത്. അപ്പോൾ സെക്കൻഡ് ഉണ്ടെങ്കിൽ സെക്കൻഡ് നമുക്ക് തരുവാണ്. സെക്കൻഡ് വെച്ച ഓപ്ഷനിലെ കോളേജിൽ സീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് തരും, ഇല്ലെന്നുണ്ടെങ്കിൽ തേർഡിലോട്ട് പോകും. അങ്ങനെ 4th 5th മനസ്സിലായോ? ഇപ്പോൾ തേർഡ് വെച്ചേക്കുന്ന കോളേജ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 4th പോകത്തുള്ളൂ. അല്ലാതെ ഒരുപാട് പേരൊരു തെറ്റിദ്ധാരണയാണ് അവസാനത്തോതിൽ നിന്നാണോ നോക്കി തുടങ്ങുന്നതെന്നൊക്കെ. ഒരിക്കലുമല്ല, മുകളിൽ നിന്നാണ് നോക്കി തുടങ്ങുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഒരു കുട്ടി 10ാമത്തെ ഓപ്ഷൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടി. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പിന്നെ ആ കുട്ടിക്ക് കിട്ടാൻ സാധ്യത 10 അല്ലെങ്കിൽ 9, 8, 7 1 മുതൽ 10 വരെയുള്ള കോളേജുകൾ മാത്രമേ പിന്നെ കിട്ടാനുള്ളൊരു സാധ്യതയുള്ളൂ. 10ൻ്റെ താഴോട്ട് ഏതൊക്കെ കോളേജ് ഉണ്ടോ അതെല്ലാം ഓൾറെഡി തന്നെ ഡിലീറ്റ് ആയി പോകും. എന്ന് പറയുമ്പോൾ 11, 12, 13 അങ്ങനെ 50 ഓപ്ഷൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബാക്കിയുള്ള 11 മുതൽ 50 വരെയുള്ള ഓപ്ഷൻസ് തന്നെ ഡിലീറ്റ് ആയി പോവുകയാണ്. അപ്പം ഒരു കുട്ടി ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, ചേച്ചി എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് ഇഷ്ടപ്പെട്ടു, അപ്പം എനിക്ക് അടുത്തതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത കിട്ടുമോ? ആ ഒരു ചോദ്യത്തിൻ്റെ അർത്ഥം നമ്മൾ ശരിക്കുമുള്ള പ്രയോറിറ്റി ഓർഡറിലാണ് വെച്ചതെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ആ കുട്ടിക്ക് കിട്ടിയത് 10ാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ പിന്നെ 1 മുതൽ 9 വരെയുള്ളതല്ലേ കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കുമല്ലോ ഓൾറെഡി 1 തൊട്ട് 9 വരെയുള്ളത്. അപ്പോൾ അത് കിട്ടാനല്ലേ നോക്കത്തുള്ളൂ. അതിനാണ് പ്രയോറിറ്റി ഓർഡറിൽ വെക്കണം എന്ന് പറയുന്നത്. ഒരുപാട് പേർക്കത് ഡൗട്ട് ഉണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ അത് ക്ലാരിഫൈ ചെയ്തത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. അഥവാ ഇനി നമുക്ക് വെച്ചപ്പോൾ ഓക്കെ വേണ്ട, ഞാൻ വെച്ചപ്പം എനിക്ക് ഈ ഒരു ലിസ്റ്റ് ഇപ്പം ഞാൻ ഓർഡർ തന്നെ വെച്ച പ്രയോറിറ്റി ഓർഡറിൽ തന്നെ വെച്ചു, ഈ 10 എനിക്കിഷ്ടം, പക്ഷേ എനിക്ക് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് എനിക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡിലോ കിട്ടിയ കോളേജ് അങ്ങ് ഇഷ്ടപ്പെട്ടു, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു ചോദ്യത്തിന് നമ്മളിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ സമയത്ത് നമ്മൾ മിനിമം ആ കോളേജെങ്കിലും വേണം എന്നുള്ളതുകൊണ്ട് ടോക്കൺ ഫീ അടച്ചു. അതിനുശേഷം നമുക്കൊരു ഓപ്ഷൻ കൺഫേം ചെയ്ത് കൊടുക്കാൻ വരും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. വലുതായിട്ട് നിങ്ങൾ ടെൻഷൻ ആവാൻ മാത്രം കൺഫേം ചെയ്ത് കൊടുക്കുക അങ്ങനെയൊന്നും ഇല്ല. ജസ്റ്റ് ഒന്ന് ഓക്കെ ഞെക്കി കൊടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ആ ഒരു ഓക്കെ ഞെക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? എനിക്കിപ്പോൾ ഫസ്റ്റ് കിട്ടിയ കോളേജ് മതി എന്നുണ്ടെങ്കിൽ ബാക്കി കോളേജുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് എനിക്ക് ആ കിട്ടിയ കോളേജ് മാത്രം വെച്ചിട്ട് കൺഫേം ചെയ്ത് കൊടുത്താൽ എനിക്ക് സെക്കൻഡിലും തേർഡിലും ആ ഒരു സെയിം കോളേജ് തന്നെ കിട്ടത്തുള്ളൂ. അപ്പം അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുള്ളവർ അത് ചെയ്യുക. പക്ഷേ അതിൽ ഏറ്റവും ബെറ്റർ ഈ ഒരു പ്രയോറിറ്റി ഓർഡറിൽ വെക്കുന്നതായിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് ഓക്കെ ആണല്ലോ, നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാം. നമുക്ക് എന്തായാലും ഇതിലും താല്പര്യമുള്ള കോളേജെല്ലാം അടുത്തേൽ കിട്ടുവാണെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ ഉള്ളതെങ്കിലും ഉണ്ട്. അതാണൊരു സംഭവം എന്ന് പറയുന്നത്. ഇനി 4th അലോട്ട്മെൻറ്റിൽ നമ്മൾ ആദ്യം മുതൽ ഓപ്ഷൻ വെക്കണം. ആ ഒരു സമയത്ത് നമുക്ക് ഫസ്റ്റ് ടൈം നമുക്ക് ഇഷ്ടമുള്ള കോളേജ് ആദ്യം മുതൽ നമ്മൾ വെച്ച് തുടങ്ങുകയാണ്. പക്ഷെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു കോളേജെങ്കിലും കിട്ടാത്തവരെ സംബന്ധിച്ച് അവർക്ക് NOCയുടെ പ്രശ്നമൊന്നുമില്ല, മേടിക്കൊന്നും വേണ്ട, സാധാ രീതിയിൽ ഓപ്ഷൻ വെച്ചാൽ മതി. അല്ല ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്തവരാണെങ്കിൽ മോസ്റ്റ്ലി ഉറപ്പായിട്ടും NOC വേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ജോയിൻ ചെയ്ത കോളേജിൽ നിന്ന് NOC കിട്ടിയാൽ മാത്രമേ നമുക്ക് അവിടുന്ന് മറ്റൊരു അലോട്ട്മെൻറ്റിലോട്ട് പങ്കെടുക്കാൻ പറ്റൂ. അപ്പോൾ NOCയുടെ വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പോൾ കുറേ പേര് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഫീസ് അടയ്ക്കുന്നതിനെ പറ്റിയും കോളേജ് ജോയിൻ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യയുടെ. നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കോളേജിൽ പോകേണ്ടതായിട്ടൊരു സിറ്റുവേഷനും ഇല്ല. നമ്മൾ കോളേജിൽ പോകണ്ട. ആദ്യത്തെ 3 അലോട്ട്മെൻറ്റിൽ നമുക്ക് NOCയും വേണ്ട. അപ്പോൾ ഫസ്റ്റിലോ സെക്കൻഡിലോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മിനിമം ആ ഒരു കോളേജെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ടോക്കൺ ഫീസ് അടയ്ക്കുക. ഒരു തവണ മാത്രം ടോക്കൺ ഫീസ് അടച്ചാൽ മതി. അപ്പം എത്ര രൂപ അടയ്ക്കണം എന്നുള്ള വീഡിയോ എല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് ഉണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെപ്പറ്റി എല്ലാം അറിയാൻ പറ്റും. അപ്പം ആ ഒരു ഫീസ് അടയ്ക്കുക. ഫീസ് അടച്ചതിന് ശേഷം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. 3rd അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു ആദ്യത്തെ 3 അലോട്ട്മെൻറ്റിലൂടെ കിട്ടിയവർ ഒരുമിച്ചാണ് പോയിട്ട് എന്ത് ചെയ്യേണ്ടത്, കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതുവരെ നമ്മൾ കോളേജിലോട്ട് പോകേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻസും ഇല്ല. അപ്പോൾ ആ ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഈ ഒരു പേജിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്നും വായിച്ച് പറയുന്നില്ല. അതിനകത്തുള്ളതിലും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ഇടുക. സമയം കിട്ടുന്ന പോലെ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ കുറേ പേര് എന്നോട് വേറൊരു ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരം കൂടെ ഞാൻ കോമൺ ആയിട്ട് തന്നേക്കാം. അപ്പം
തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യുകയൊക്കെ ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് NOC മേടിച്ച് 4th അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തു. അപ്പോൾ 4th അലോട്ട്മെൻറ്റിൽ എനിക്ക് കിട്ടി, വേറൊരു കോളേജിൽ കിട്ടി. അപ്പോൾ ആ കുട്ടിക്ക് തോന്നുകയാണ് വേണ്ട, എനിക്ക് തേർഡിലെ മന്നെ കോളേജ് മതി എന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് അവിടെ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പറ്റില്ല, നമുക്ക് 4th കോളേജ് കിട്ടിയാൽ നമ്മുടെ പഴയ കോളേജ് പോയി, ആ ഒരു കാര്യം മനസ്സിലിരിക്കുക. ബിക്കോസ് നമുക്ക് ആ ഒരു 4th അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടുന്ന സമയത്ത് തന്നെ ആ ഒരു സീറ്റ് മറ്റൊരു കുട്ടിക്ക്, നമ്മുടെ ആ ഒരു 3ാമത്തെ കോളേജിൽ കിട്ടിയ ആ ഒരു സീറ്റ് വേറൊരു കുട്ടിക്ക് അപ്പം തന്നെ കൊടുക്കുകയാണ്. ഇത് തന്നെയാണ് തേർഡ് കഴിഞ്ഞാൽ തൊട്ടുള്ള അലോട്ട്മെൻറ്റ്സിലെല്ലാം ഇതുപോലെ തന്നെയാണ് നടക്കുന്നത്. അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി NOC ഒക്കെ മേടിച്ചു, പങ്കെടുത്തു. 4th 5th പങ്കെടുത്തു. എനിക്കൊരു കോളേജിൽ കിട്ടുന്നില്ല. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സീറ്റ് എവിടെയും പോകത്തില്ല, പഴയ ആ ഒരു കോളേജിലെ സീറ്റ് അവിടെ തന്നെ കാണും. അപ്പോൾ ഇത് എല്ലാവർക്കും ഉണ്ടായിരുന്ന ഡൗട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് പറയാനായിട്ട് ഉദ്ദേശിച്ചത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് എടുത്ത് സെറ്റാക്കി ഇപ്പോഴേ വെക്കണം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ ഈ ഒരു കാര്യം കാണുന്നതിന് മുന്നേ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പേപ്പറും പേനയും എടുത്തിട്ട് ഒന്ന് എഴുതി വെക്കാം ചെറുതായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോ വീണ്ടും കാണുകയോ അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ബുദ്ധിമുട്ടുകയൊക്കെ ചെയ്യേണ്ടി വരും. ഇപ്പോഴാകുമ്പോൾ അതങ്ങ് സിമ്പിളായിട്ട് നടന്നു പോകും. അപ്പോൾ ആദ്യം തന്നെ കാൻഡിഡേറ്റ്സ് പ്രിൻ്റ് ഔട്ട് ഓഫ് ദ ആപ്ലിക്കേഷൻ ഫോം. സോ നമ്മൾ LBSൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ആപ്ലിക്കേഷൻ ഫോം നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് കിട്ടിക്കാണും. അപ്പോൾ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് ഉറപ്പായിട്ടും വേണം. അടുത്തത് അലോട്ട്മെൻറ്റ് മെമ്മോ റിസീവ്ഡ് ഓൺലൈൻ. അലോട്ട്മെൻറ്റ് മെമ്മോ ഒക്കെ എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളൊരു കാര്യം നമ്മൾ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് മാത്രമായിരിക്കും അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടെ, ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും കിട്ടിയാലും ചിലപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ തേർഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് നമുക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ നമുക്കൊരു കോളേജിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റിലും സെക്കൻഡിലും കിട്ടുന്നില്ല എന്നോർത്തും ആരും ടെൻഷൻ ആവേണ്ടതായിട്ടില്ല. അടുത്തതായിട്ട് റെസിപ്റ്റ് ഓഫ് ട്യൂഷൻ ഫീ റെമിറ്റഡ് ത്രൂ അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ 25,000 രൂപയോ അല്ലെങ്കിൽ ഓരോ കാറ്റഗറിക്കാർ ഞാൻ പറഞ്ഞല്ലോ ടോക്കൺ ഫീസ് എത്ര അടയ്ക്കണം എന്നും ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടോക്കൺ ഫീസ് അടയ്ക്കുന്ന സമയത്ത് ഞാൻ റെസിപ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൂക്ഷിക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് വേണം, അത് നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കണം. അടുത്ത സർട്ടിഫിക്കറ്റ് ടു പ്രൂവ് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനുള്ളൊരു സർട്ടിഫിക്കറ്റാണ്. എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റോ SSLC എന്തെങ്കിലുമൊക്കെ മതി. അടുത്തത് ഒറിജിനൽ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആൻഡ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ഫ്രം ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ലാസ്റ്റ് അറ്റൻഡഡ്. കണ്ടക്ട് സർട്ടിഫിക്കറ്റ് ഷോൾ ബി ഒബ്റ്റെയിൻഡ് വിത്തിൻ 6 months പ്രയർ ടു ദ ഡേറ്റ് ഓഫ് അഡ്മിഷൻ. അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് എന്ത് വേണം? TCയും വേണം, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും വേണം. അപ്പോൾ ഇത് രണ്ടും എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് ഏറ്റവും അവസാനം നമ്മൾ പഠിച്ച ഒരു കോളേജിൽ നിന്നാണ് വേണ്ടത്. അപ്പോൾ കുറേ പേര് എനിക്ക് ഡിഗ്രി ഒക്കെ കഴിഞ്ഞവർ മെസ്സേജ് അയക്കുന്നുണ്ട്, ഇതുപോലെ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, അപ്പോൾ നെക്സ്റ്റ് ഇയർ എനിക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വേണം എന്നുള്ളത്. അപ്പോൾ അവർ ശ്രദ്ധിക്കുക, നമ്മൾ +2 പഠിച്ച കോളേജിൽ നിന്നല്ല മേടിക്കേണ്ടത്. പകരം നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഇപ്പോൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ ആ ഡിഗ്രി കിട്ടിയ കോളേജിൽ നിന്നുള്ള TCയും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റുമാണ് മേടിക്കേണ്ടത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, കൂടുതൽ പേരും ഈ പറയുന്ന റിപ്പീറ്റോ റിപ്പീറ്റോ സൂപ്പർ റിപ്പീറ്റോ ഒക്കെ ചെയ്തിട്ട് നിൽക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സിന് പോയവരൊക്കെ ആയിരിക്കും. അപ്പം നമുക്ക് ഓൾറെഡി നമ്മൾ +2 പാസ് ഔട്ട് ആവുന്ന സമയത്താണ് നമ്മൾ കോളേജിൽ നിന്ന് നമുക്ക് TC ഒക്കെ തരുന്നത്. അപ്പം ഏകദേശം ഇപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു വർഷമൊക്കെ ആയി കാണും. 2024 പാസ് ഔട്ട് ആയവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടില്ല. പക്ഷേ വേറെ ഏതെങ്കിലും ഒരു വർഷം പാസ് ഔട്ട് ആയവരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഒരു ലാസ്റ്റ് 6 months എന്ന് പറയുമ്പോൾ നമ്മൾ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് ആ ഒരു സർട്ടിഫിക്കറ്റിന് ഒരു 6 മാസത്തെ കാലാവധി കാണാമെന്ന് പറയുമ്പോൾ ലാസ്റ്റ് 6 months അവസാനം 6 മാസത്തിൽ എടുത്തതായിരിക്കണം. ഇപ്പോൾ നമ്മൾ നവംബറിൽ ജോയിൻ ചെയ്യാൻ പോവാം, പക്ഷെ നമുക്ക് ജനുവരി കിട്ടിയ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, TC കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്ന് പറയുമ്പോൾ ഇപ്പം റിപ്പീറ്റൊക്കെ ചെയ്ത് വർഷമൊക്കെ പോയവരാണെങ്കിൽ ഒന്നും കൂടെ നമ്മൾ ലാസ്റ്റ് പഠിച്ച +1 ആണെന്നുണ്ടെങ്കിൽ +2 പഠിച്ച് സ്കൂളിൽ പോയിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു സർട്ടിഫിക്കറ്റ് ഒന്നും കൂടെ മേടിക്കുക. ഈ പറയുന്നത് ഞാൻ ഉൾപ്പെടെ ഒരു വർഷം റിപ്പീറ്റ് പോയതായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ജസ്റ്റ് അലോട്ട്മെൻറ്റൊക്കെ തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ കോളേജിൽ പോയി കാര്യം പറഞ്ഞിട്ട് ഈ പഴയത് കൊണ്ടുപോയിട്ട് പുതിയത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുള്ള ടാസ്ക് ഒന്നുമല്ല, ഇപ്പോഴേ നിങ്ങൾക്ക് പക്ഷേ ഇതൊക്കെ ചെയ്തു വെക്കാവുന്നൊരു കാര്യമാണ്. അടുത്തത് ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് ഓഫ് ദ ക്വാളിഫയിങ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും നമ്മൾ ക്വാളിഫൈ ചെയ്ത എക്സാം എന്ന് പറയുമ്പോൾ LBSൽ നമുക്ക് അലോട്ട്മെൻറ്റിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് മിനിമം വേണ്ട യോഗ്യത +2 ആണ്, സയൻസ് സബ്ജക്റ്റ്. അപ്പം ആ ഒരു ക്വാളിഫൈ എക്സാമിൻ്റെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് എന്ന് പറയുമ്പം ഇപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ചെയ്തവരാണെങ്കിൽ പോലും എന്ത് ചെയ്യണം, ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഉടനെ കിട്ടുമായിരിക്കും പുതിയത്. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റൊക്കെ സ്കൂളിൽ പോയിട്ട് മേടിച്ച് വെക്കുക, അത്രയേ ഉള്ളൂ. ഒറിജിനൽ തന്നെ വേണം. Eligibility certificate from any university in Kerala in case of candidates who have passed a qualifying examination other than higher secondary examination or vocational conducted by Government of Kerala or the examination conducted by CBSE or degree from the university or boards. അപ്പോൾ നമ്മൾ ഈ ഒരു വായിച്ചതിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്ന് പറയുമ്പോൾ നമ്മളിപ്പം CBSE പഠിച്ചവരോ ICSEയോ അല്ലെങ്കിൽ
നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയോ അല്ലാതെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഇപ്പം നമ്മൾ പാസ് ഔട്ട് ആയെന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമുക്ക് ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം മലയാളികൾ തന്നെയാണ്, പക്ഷേ അവർ തമിഴ്നാട്ടിലായിരുന്നു +1 +2 വിദ്യാഭ്യാസം ചെയ്തത്. അപ്പോൾ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നല്ലല്ലോ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് വേണം, ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണം. അത് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് മേടിക്കേണ്ടത്. അപ്പോൾ അവർക്കത് വേണ്ടി വരും. നമ്മളെ സംബന്ധിച്ചത് ടെൻഷൻ ആവേണ്ട. ഇനി നമുക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും വേണ്ടി വരും. മിക്കവാറും അതും ചില സമയത്തൊക്കെ സ്കൂളിൽ തരാറുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ മതി, അതൊക്കെ ചോദിച്ചു വെക്കുക. അടുത്ത ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇൻ ദ റെലവൻറ്റ് ഫോർമാറ്റ് ഒബ്റ്റൈൻഡ് ഫ്രം ദ മെഡിക്കൽ പ്രാക്ടീഷണർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റൻറ്റ് സർജൻ ഗിവൺ ഇൻ അനെക്സ്റ്റർ 5 ഓഫ് ദ പ്രോസ്പെക്ടസ് 2024. അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക. നമുക്കൊരു മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം. അപ്പം ഈ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പലർക്കും അറിയാനായിട്ട് വഴിയില്ല. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമുക്ക് പ്രിൻ്റ് എടുക്കണം. നമ്മുടെ LBSൻ്റെ 2024 പ്രോസ്പെക്ടസ് അത് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് നമ്മൾ എവിടെ പോകണം, അനെക്സ്റ്റർ 5 എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്, 5V. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് പ്രിൻ്റ് എടുക്കാൻ കിട്ടും. അപ്പോൾ അത് നമ്മൾ ഏതെങ്കിലും ഒരു കഫേലോ എല്ലാം ചെന്നിട്ട് പറഞ്ഞാൽ മതി, ഇവിടുന്ന് ഇത് എടുത്ത് തരിക. എന്നിട്ട് ആ ഒരു പേജ് മാത്രം കോപ്പി എടുക്കുക. എന്നിട്ട് അതുമായിട്ട് നമ്മൾ എവിടെ പോകണം, ഏതിലൊരു ഹോസ്പിറ്റലിൽ പോകണം. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പോയത് ഗവൺമെൻറ് ആശുപത്രിയിലായിരുന്നു, ഏറ്റവും അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിലാണ് പോയത്. അപ്പോൾ സാധാ MBBS ഡിഗ്രി ഉള്ള ഒരാളുടെ കയ്യിൽ നിന്ന് നമുക്ക് സിഗ്നേച്ചറും സീലും ഒന്നും മേടിക്കാൻ പറ്റത്തില്ല. മിനിമം എന്ത് റാങ്ക് ഉണ്ടായിരിക്കണം, ഒരു അസിസ്റ്റൻറ്റ് സർജൻ എങ്കിലും ആയിരിക്കണം. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഞാൻ അവിടുത്തെ എന്തോ സൂപ്രണ്ടിനെ കൊണ്ടെന്തോ മറ്റോ മേടിച്ചതായിരുന്നു ഹോസ്പിറ്റലിലെ. അപ്പം അതൊക്കെ ഇപ്പോഴേ നിങ്ങൾ സെറ്റാക്കി വെക്കുക. അതിനൊന്നും നമുക്ക് ടൈമൊന്നുമില്ല, വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോഴേ എവിടെയാണെന്ന് വെച്ചാൽ പോയി ഇതൊക്കെ സംഘടിപ്പിച്ച് വെക്കുക. നല്ല ടൈമുണ്ട് ഇതിനൊക്കെ ഉള്ളത്. ആ ഒരു സമയത്ത് നമ്മൾ ടെൻഷൻ അടിച്ച് ഓടേണ്ടതായിട്ട് വരരുത്. അടുത്തതായിട്ട് സർട്ടിഫിക്കറ്റ് ഷോയിങ് ദാറ്റ് ദ കാൻഡിഡേറ്റ് ഹാസ് ഗോട്ട് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് വാക്സിനേറ്റഡ് അഗെയിൻസ്റ്റ് ഹെപ്പറ്റൈറ്റിസ് ബി. അപ്പോൾ ഞാനൊരു വീഡിയോയിൽ ഇതുപോലെ വാക്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ വന്നു. പിന്നെ ഞാൻ അതിനെപ്പറ്റി പറയുന്ന കാര്യം മറന്നുപോയി. അപ്പോൾ നമ്മൾ BSc നഴ്സിംഗ് അല്ലെങ്കിൽ നഴ്സിംഗ് കോഴ്സുകൾക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മൾ കേരളത്തിൽ പഠിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് മസ്റ്റായിട്ടും ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ എടുക്കാനായിട്ട് പറയുന്നുണ്ട്. മെയിനായിട്ട് 2 ഡോസാണുള്ളത്. 2 ഡോസ് കൂടാതെ ഒരു ബൂസ്റ്റർ ഡോസും കൂടെ ഉണ്ട്. ടോട്ടൽ 3 ഡോസാണ്, 3 ഡോസ് വാക്സിനേഷനാണുള്ളത്. അപ്പം അതും കൂടെ ശ്രദ്ധിക്കുക. നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ആദ്യം ജസ്റ്റ് ഒന്ന് നമ്മുടെ അടുത്തുള്ള ആശുപത്രിയിൽ പോകുന്നതിന് മുന്നേ ഒന്ന് വിളിച്ച് ചോദിക്കുക, ഏത് ദിവസമൊക്കെ ആ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ ഉള്ളതെന്ന്. എല്ലാ ദിവസമൊന്നും കാണത്തില്ല. ഞാൻ എടുക്കാൻ പോയ സമയത്ത് ഏതോ 2-3 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു നേരത്തെ പറഞ്ഞ ഒരു ഫിറ്റ്നസിൻ്റെ ആ ഒരു ഫോമും അത് കൂടാതെ തന്നെ ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനും കൂടെ എടുക്കാൻ റെഡി ആയിട്ട് പോകും. അപ്പോൾ രണ്ടും ഒരു ദിവസം തന്നെ നടന്നോളും. അപ്പോൾ ആദ്യം പോയിട്ട് എന്ത് ചെയ്യുക, ചീട്ടെടുത്തിട്ട് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുക്കുക. ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് തന്നെയാണ് അത് എടുത്തത്. ചില സാഹചര്യത്തിൽ ചിലപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇതൊന്നും കിട്ടാൻ സാധ്യതയില്ല. അപ്പം ഞാൻ ഗവൺമെൻറ്റിൽ പോയിട്ട് ആദ്യം ഇതുപോലെ വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഈ പറയുന്ന സൂപ്രണ്ടിനെ കയറി കണ്ട് കാര്യം പറഞ്ഞ് ആ ഒരു വാക്സിൻ എടുത്തതിൻ്റെ ഒരു രസീതും കാണിച്ചു. അതുകൂടാതെ നമ്മൾ അവിടുന്ന് തന്നെ നമ്മുടെ ഹൈറ്റും വെയിറ്റും ഒക്കെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൽ അതൊക്കെ എഴുതാനുണ്ട്. പിന്നെ അവിടുത്തെ തന്നെ ഒരു ഐ ഡോക്ടറിനെയും കയറി കാണണം. അപ്പോൾ ഇതെല്ലാമായിട്ടാണ് നമ്മൾ സൂപ്രണ്ടായിട്ടിരിക്കണ ഡോക്ടറിൻ്റെ അടുത്ത് പോകേണ്ടത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് മേടിച്ചാൽ മതി. ഞാൻ ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൽ തന്നെ എഴുതി മേടിച്ചിട്ടുണ്ടായിരുന്നു, ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേറ്റഡ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു A4 ഷീറ്റ് കൂടെ കൊണ്ടുപോകാം. എന്നിട്ട് അതിൽ എഴുതി മേടിച്ചിട്ട് സീലും മേടിക്കണം, ഒപ്പം തന്നെ സൈനും മേടിക്കണം. അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കുക. ഇതെല്ലാം ഇപ്പോഴേ ചെയ്ത് വെക്കുക. അടുത്ത ഇൻകം സർട്ടിഫിക്കറ്റ് ഫ്രം കൺസേൺഡ് റവന്യൂ അതോറിറ്റി. അപ്പോൾ നമ്മൾ ഇൻകം സർട്ടിഫിക്കറ്റും കോളേജിൽ പോകുന്ന സമയത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അണ്ടർടേക്കിങ്സ് ആസ് പെർ ക്ലോസ് 14.2 വൈഡ് അനെക്സ്റ്റർ 8. അതാണ് എന്ത് അണ്ടർടേക്കിംഗ് ആണെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഞാൻ അനെക്സ്റ്റർ നോക്കിയിട്ട് പറ്റുന്നുണ്ടെങ്കിൽ വീഡിയോയിൽ ലാസ്റ്റ് ആഡ് ചെയ്യാം. അടുത്ത ഇനി അതർ ഡോക്യുമെൻറ്റ് റിക്വയർഡ് ടു ബി പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പോൾ നമ്മളൊരു കോളേജിൽ പോകുന്ന സമയത്ത് ജസ്റ്റ് കോളേജിൻ്റെ സൈറ്റും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോകും. അപ്പോൾ കോളേജുകാർ ചിലപ്പോൾ അവർക്ക് എക്സ്ട്രാ ആയിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു രേഖയും കൂടെ വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കൊണ്ടുപോകേണ്ടതായിട്ട് വരും. നമ്മൾ എന്തായാലും പോകുന്ന സമയത്ത് നമ്മുടെ ആധാറും ഇൻകം സർട്ടിഫിക്കറ്റും ബർത്ത് സർട്ടിഫിക്കറ്റ് പോലുള്ള നമ്മുടെ പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റുകളെല്ലാം കയ്യിൽ കരുതുക. എൻ്റെ കോളേജിൽ വന്ന സമയത്ത് എന്നോട് എന്തോ നേറ്റിവിറ്റി മറ്റോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാനപ്പോൾ നേറ്റിവിറ്റി എടുത്തിട്ടില്ലായിരുന്നു. സോ ഞാനത് എഗെയിൻ ആദ്യം തൊട്ട് കഫേ പോയി അപ്ലൈ ചെയ്ത് എന്തോ 1 വീക്കിനുള്ളിൽ കിട്ടിയായിരുന്നു. അതാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണോ എന്ന് പറയുമ്പോൾ നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്ന കോളേജ് ഏതാണോ അവിടെ നിന്ന് തിരക്കിയിട്ടൂടെ പോവാം. എക്സ്ട്രാ ഇത് കൂടാതെ എന്തെങ്കിലും വേണം എന്നുള്ളത് ഒരു കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് വേണ്ട ഒരു ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്.
അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ ഒരു അനെക്സ്റ്റർ 7-ലെ ക്ലോസ് 14.2 ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് നമ്മൾ ആൻറ്റി റാഗിങ്ങിനെതിരെയുള്ളൊരു ഫോമാണ്. അപ്പോൾ അത് നമ്മുടെ പ്രോസ്പെക്ടസിൽ അവർ പറഞ്ഞിരിക്കുന്ന ആ ഒരു അനെക്സ്റ്ററിൽ തന്നെ കിട്ടും. അതും കൂടെ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ഫില്ല് ചെയ്തിട്ട് കോളേജിൽ ഏൽപ്പിക്കുക. ഇത് കൂടാതെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, നമ്മുടെ ഒരു ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെയൊക്കെ വാലിഡിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് 1 ഇയർ ആണ്. 1 ഇയറിനുള്ളിലുള്ള ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് അല്ല നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് പുതിയൊരു ഇൻകം സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച ഈ ഒരു കാര്യങ്ങളൊക്കെയാണ്. വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ സമയം കിട്ടുന്നത് പോലെ എല്ലാം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.